ന്യൂസിലാൻഡിനോട് നാട്ടിൽ ഒരു ഏകദിന പരമ്പര തോറ്റു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കിവികളോട് നാട്ടിൽ ഒരു ഏകദിന പരമ്പര തോൽക്കുന്നത്. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത മറ്റൊരു റെക്കോർഡ് കൂടി. ഇന്ത്യയിൽ വെച്ച് തോൽപ്പിക്കുക എന്നത് ഇമ്പോസിബിൾ ടാസ്ക്കാണെന്ന വിശ്വാസം ടെസ്റ്റിൽ ആദ്യം പൊളിച്ചത് ന്യൂസിലാൻഡാണ്. പിന്നീട് ദക്ഷിണാഫ്രിക്കയും അത് ആവർത്തിച്ചു. ഇപ്പോൾ ഏകദിനത്തിലും ന്യൂസിലാൻഡ് അത് ആവർത്തിക്കുകയാണ്. അടുത്ത യുദ്ധം 2020 ഫോർമാറ്റിലാണ്. ലോകകപ്പിലേക്ക് ദിവസങ്ങളുടെ ദൂരം മാത്രം ബാക്കി നിൽക്കെ ഇരു ടീമുകൾക്കും ഈ പരമ്പര അതിനിർണായകമാണ്. ലോകകപ്പിന് മുമ്പ് ഫൈനൽ 11 തീരുമാനിക്കുക, കോൺഫിഡൻസ് വീണ്ടെടുക്കുക, ഇതാണ് ഇന്ത്യൻ ലക്ഷ്യം. എന്നാൽ ന്യൂസിലാൻഡിനോ ദിവസങ്ങൾക്കപ്പുറം ലോകകപ്പ് നടക്കാനിരിക്കെ ഇന്ത്യൻ മണ്ണിൽ കൃത്യമായി ഒരുങ്ങാനുള്ളൊരു സുവർണാവസരമാണ് അവർക്ക് മുന്നിൽ. ടെസ്റ്റിലോ ഏകദിനത്തിലോ പോലുള്ള ടീമല്ല 2020 ഇന്ത്യ. 2020 ഇന്ത്യ ബീസ്റ്റ് മോഡിലാണ് കളിക്കുന്നത്. 2023 ഓഗസ്റ്റിൽ വിൻഡീസിനോട് ഒരു പരമ്പര തോറ്റ ശേഷം ഇന്ത്യ നാളിന്ന് വരെ ഒരു 2020 പരമ്പര തോറ്റിട്ടില്ല. നാട്ടിലും മറുനാട്ടിലും ഒരുപോലെ കരുത്തു കാട്ടിയ കാലം. ഇംഗ്ലണ്ടിനോ ദക്ഷിണാഫ്രിക്കക്കോ ഓസ്ട്രേലിയക്കോ പോലും ഇന്ത്യൻ അപ്രമാദിത്വത്തിന് പൂട്ടിടാനായില്ല. ബൈലാറ്ററൽ പരമ്പരയ്ക്ക് പുറമെ അവസാനം നടന്ന 2020 ലോകകപ്പിലും ഏഷ്യാ കപ്പിലും ഇന്ത്യ കിരീടം ഉയർത്തുകയും ചെയ്തു. ന്യൂസിലാൻഡിനെ കൂടി തകർത്തി ജൈത്രയാത്രയ്ക്ക് ഒരു തിലകക്കുറി കൂടി ചാർത്തി ലോകകപ്പിനൊരുങ്ങാനാണ് ഇന്ത്യൻ ശ്രമം. നാളെ നാഗ്പൂരിൽ ആദ്യ 2020 ആരംഭിക്കുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണ് സ്പോട്ട്ലൈറ്റിൽ. കാരണം ഏതാനും മാസങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിന് മേൽ മൂടി നിന്ന ശുഭ്മാൻ ഗിൽ സാഗയ്ക്ക് വിരാമമിട്ട് സഞ്ജു ഓപ്പണിംഗ് പൊസിഷനിലേക്ക് മടങ്ങിയെത്തുകയാണ്. അതും ഫിക്സഡ് സ്പോട്ടായി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള അവസാന 2020 കത്തിച്ചെത്തി ഈ പരമ്പരയിലേക്കും കൊളുത്തുക. സഞ്ജുവും ടീം ഇന്ത്യയും ഒരുപോലെ ആഗ്രഹിക്കുന്നത് അതാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അഹമ്മദാബാദിൽ ഇന്ത്യൻ സ്കോർ 231 എന്ന കൂറ്റൻ സ്കോറിൽ തൊടാനുള്ള കാരണം സഞ്ജു അഭിഷേക് സഖ്യം ഓപ്പണിംഗിൽ നൽകിയ മിന്നും തുടക്കമായിരുന്നു. അതേ അഗ്രഷനിലും ഇൻറ്റൻറ്റിലും ബാറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഇരുവർക്കും ടീം നൽകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആദ്യത്തെ മത്സരം നടക്കുന്നത് നാഗ്പൂരിലാണ്. നാഗ്പൂരിലെ വിദർഭ സ്റ്റേഡിയം അഗ്രസീവ് ബാറ്റിങ്ങിന് എത്രത്തോളം യോജിച്ചതാണ് എന്ന സംശയമുണ്ട്. ട്രഡീഷണലി സ്പിന്നിനെ തുണക്കുന്ന നാഗ്പൂരിലെ ആദ്യ ഇന്നിംഗ്സിലെ ആവറേജ് സ്കോർ 160 ബിലോ ആണ്. 2016 2020 ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ വെറും 79 റൺസിന് ഓൾ ഔട്ടായതും ഇതേ സ്റ്റേഡിയത്തിലാണ്. 2017 വെറും 144 റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 139 റൺസിൽ എറിഞ്ഞിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയത്തിൽ അപ്രോച്ചിൽ ഇന്ത്യ മാറ്റം വരുത്തുമോ എന്ന് കണ്ടറിയണം. ലോകകപ്പ് അടുത്തിരിക്കെ അഭിഷേക് സഞ്ജു സഖ്യത്തിൽ വിശ്വാസമർപ്പിച്ചാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. വൈകിയാണെങ്കിലും ഗില്ലിനെ മാറ്റി നിർത്തിയതുപോലും ആ വിശ്വാസത്തിലാണ്. തുടർ മത്സരങ്ങളിൽ പരാജയമാണെങ്കിൽ മാത്രമേ സഞ്ജുവിൻ്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ തകർപ്പൻ പെർഫോമൻസിന് ശേഷം വരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ എന്തു ചെയ്യും? സഞ്ജു ഫോമിലല്ലെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന ബാക്കപ്പ് വിക്കറ്റ് കീപ്പറാണോ അതോ മറ്റേതെങ്കിലും പൊസിഷനിൽ പരീക്ഷിക്കുമോ എന്ന ചോദ്യമാണ് ബാക്കി. തിലക് വർമ്മ പരിക്കേറ്റ ആദ്യ 3 മത്സരങ്ങൾക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. പകരക്കാരനെ ഉൾപ്പെടുത്തിയത് ശ്രേയസ് അയ്യരെയാണ്. 2023 ഡിസംബറിന് ശേഷം ഇന്ത്യക്കായി 2020 മത്സരത്തിൽ ശ്രേയസ് കളത്തിലിറങ്ങിയിട്ടില്ല. IPLിലടക്കം തകർപ്പൻ പെർഫോമൻസ് നടത്തിയിട്ടും ടീമിലേക്ക് ഇടം ലഭിക്കാത്ത ശ്രേയസിനെ ടീമിൽ ഇടം ചോദിക്കാനുള്ള സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. പക്ഷേ വലങ്കേയനായ ശ്രേയസിനെ തിലകിൻ്റെ പകരക്കാരനാക്കി ഇറക്കുമോ എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ചും ലോകകപ്പ് ടീമിലില്ലാത്ത ശ്രേയസിനേക്കാൾ ഗെയിം ടൈം കൊടുക്കേണ്ടത് ഇഷാൻ കിഷനല്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ 4ാം നമ്പറിൽ ശ്രേയസ് അല്ലേ ബെസ്റ്റ് എന്ന മറു ചോദ്യവും ഉയരുന്നു. പരമ്പരക്കൊരുങ്ങുമ്പോൾ ഇന്ത്യയെ വട്ടം കറക്കുന്നത് സൂര്യകുമാർ യാദവിൻ്റെ ഫോമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള മികച്ച ട്രാക്ക് റെക്കോർഡാണ് സൂര്യയെ ടീമിൽ താങ്ങി നിർത്തുന്നത്. ഒരു 50 പോലുമില്ലാത്ത സൂര്യകുമാർ 22 ഇന്നിങ്സുകൾ ഇതിനോടകം പിന്നിട്ടു. ആവറേജ് 12.84 മാത്രം. മറ്റൊരു കൺഫ്യൂഷൻ ഫിനിഷിംഗ് റോളിലാണ്. ഗില്ലുള്ളപ്പോൾ ഒരു വിക്കറ്റ് കീപ്പർ മിഡിൽ ഓർഡറിലുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു ഓപ്പണറാകുന്നതോടെ ഫിനിഷിംഗിൽ ഒരു പ്രോപ്പർ ബാറ്ററുടെ മിസ്സിംഗ് ഉണ്ട്. അവിടേക്ക് റിങ്കു സിംഗ് വരുമോ എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ ശിവൻ ദുബെ കളിക്കുമോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ചും ബോളിംഗ് ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ ടീമിലുള്ളപ്പോൾ. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും ഭേദപ്പെട്ട പെർഫോമൻസ് നടത്തിയ ഹർഷിത് റാണ 8ാം നമ്പർ ബാറ്ററായി ഇടം പിടിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം. ESPN ക്രിക്കറ്റ് ഇൻഫോ നൽകുന്ന സാധ്യതാ ലിസ്റ്റ് പ്രകാരം ഇന്ത്യൻ 11 ഇങ്ങനെയാകും: അഭിഷേക് സഞ്ജു ഓപ്പണിംഗ്, 3ാം നമ്പറിൽ സൂര്യകുമാർ, 4ാം നമ്പറിൽ ശ്രേയസ് അല്ലെങ്കിൽ ഇഷാൻ കിഷൻ, 5ാമനായി ഹാർദിക് പാണ്ഡ്യ, 6ാമനായി അക്സർ, 7ാമനായി റിങ്കു, 8ാമനായി ഹർഷിത് അല്ലെങ്കിൽ ശിവൻ ദുബെ. ബുംറയ്ക്കൊപ്പം അർഷദീപിനെ കളിപ്പിക്കുമോ അതോ സ്പിൻ മുന്നിൽ കണ്ട് കുൽദീപിനെ ഇറക്കുമോ എന്ന് കണ്ടറിയണം. വരുൺ ചക്രവർത്തി ടീമിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇനി എന്താണ് ന്യൂസിലാൻഡിൻ്റെ സ്ഥിതി? വിൻഡീസിനെ 3-1 നാട്ടിൽ വെച്ച് തോൽപ്പിച്ചതാണ് അവരുടെ ഏറ്റവും അവസാനത്തെ പരമ്പര. അതിനു മുമ്പ് ഓസീസിനോടും ഇംഗ്ലണ്ടിനോടും നാട്ടിൽ തോറ്റു.
പക്ഷേ എന്തിനും പോകുന്ന സംഘം ന്യൂസിലാൻഡ് ടീമിലുണ്ട്. മിച്ചൽ സാൻഡർ, ഡെവൻ കോൺവേ, ഡാരിൽ മിച്ചൽ, ബെവൻ ജേക്കബ്സ്, ഗ്ലെൻ ഫിലിപ്സ്, ജിമ്മി നീഷം, രജിൻ രവീന്ദ്ര എന്നിങ്ങനെ നീളുന്ന ബാറ്റർമാർ എന്തിനും പോന്നവർ തന്നെ. ഇതിൽ പലർക്കും ഇന്ത്യൻ പിച്ചുകളെ നന്നായി അറിയുകയും ചെയ്യാം. മാറ്റ് ഹെൻറി, കൈൽ ജാമിസൺ, ജേക്കബ് ഡെഫി തുടങ്ങിയ പേസർമാരുമുണ്ട്. പരിക്കേറ്റ് മിച്ചൽ ബേസ്വെൽ ആദ്യ മത്സരത്തിനുണ്ടാകില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ.